നമ്മൾക്ക് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരദൃശ്യം കാണണമെങ്കിൽ ഈ ചൂരൽമലയിലുള്ള ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥ നോക്കിയാൽ മതി. ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമാണിത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുത്തി ഒലിച്ചു വന്ന ചെളിയും മണ്ണും അടിഞ്ഞ് സാധാരണ സ്കൂളിൻ്റെ ഗതി തന്നെ സ്കൂളും പുഴയും ഒക്കെ ഒരുമിച്ച് ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ പുഴ ആ കനത്ത മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ പുഴ തന്നെ മാറി ഒഴുകുകയാണ് ചെയ്തിരിക്കുന്നത്. സ്കൂളിലേക്കുള്ള വഴികൾ നമുക്ക് കാണാം, സ്കൂളിൻ്റെ ക്ലാസ് റൂമുകൾ നമുക്ക് കാണാം, ഒക്കെ ചെളി മൂടിയ നിലയിലാണ്. കുട്ടികൾ കളിച്ചു വളർന്ന, അല്ലെങ്കിൽ ഈ നാട്ടിലെ കുട്ടികൾ കളിച്ചു വളർന്ന ഒരു സ്കൂളിൻ്റെ അവസ്ഥയാണിത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആരെയും കണ്ണ് നനയ്ക്കുന്ന കാഴ്ച സ്കൂളിൻ്റെ മുറ്റവും വരാന്തിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കുന്നത് വലിയ മരക്കഷ്ണങ്ങളും ചെളി നിറഞ്ഞ കൂമ്പാരമായി കിടക്കുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് കുട്ടികൾ ആദ്യാക്ഷരം പഠിച്ചു വളർന്ന അവരുടെ സഹപാഠികളൊത്ത് കളിച്ചു വളർന്ന ഒരു സ്കൂളിൻ്റെ മുറ്റമാണിത്. നമുക്ക് ദൃശ്യം കാണാം. സ്കൂളിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും അല്ലെങ്കിൽ പൂർണ്ണമായും മലവെള്ളപ്പാച്ചിലിൽ കുത്തി ഒലിച്ച് ചെളിയും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന മരക്കഷ്ണങ്ങളും ഒക്കെ ഈ സ്കൂളിൻ്റെ ഉള്ളിൽ ആകെ കിടക്കുന്ന അവസ്ഥ. ഈ മരക്കഷ്ണങ്ങൾ മൊത്തം ചെളിയും ഒക്കെ നിറഞ്ഞ് കൂമ്പാരമായി കിടക്കുന്നു. ഈ ഒരു സ്കൂളിൻ്റെ അവസ്ഥയാണ് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഭീകരമായ ഉള്ള ദൃശ്യമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തടിക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും പാറക്കഷ്ണങ്ങളും നിരന്ന് മൊത്തം ഈ സ്കൂളിൻ്റെ മുറ്റത്താണ് എത്തിയിരിക്കുന്നത്. വലിയ പാറക്കഷ്ണങ്ങൾ മുഴുവനും ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു കേരളം ഇതുവരെ കാണാത്ത അത്ര ഭീകരമായുള്ള ദൃശ്യങ്ങളാണ് നമ്മൾക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു ലോഡ് മരങ്ങളാണ് ഇവിടെ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണിക്കും ടണ്ണ് കണക്കിന് മരങ്ങളും പാറക്കഷ്ണങ്ങളുമാണ് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അത്രയ്ക്ക് ഭീകര അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ നിരവധി മരക്കഷ്ണങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടി വലിയ ഗർത്തമായി രൂപപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാറുകളും വാഹനങ്ങളും ഒക്കെ കാണാം. ഒരു പ്രദേശത്തെ ആകെ കുഴിച്ച് മറച്ച് ഇളക്കിയ അവസ്ഥ ആണ് ഇന്ന് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കുന്നിൻ്റെ ആ മേൽഭാഗത്തായിട്ടാണ് മുണ്ടക്കൈ പ്രദേശം. ചൂരൽമലയാണ്. മുണ്ടക്കൈയിൽ നിന്ന് പൊട്ടി വന്ന ആ ഉരുൾ പൊട്ടി വന്നിട്ട് ഈ ടൺ കണക്കിന് പാറകളും മരങ്ങളും മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ മരങ്ങളും ടൺ കണക്കിന് പാറകളും മരങ്ങളും മാത്രം കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം ദൃശ്യങ്ങളിൽ കാണാം. വീടുകളൊക്കെ തകർത്തെറിഞ്ഞ് വാഹനങ്ങളും കാറുകളൊക്കെ കാണാം. നമുക്ക് ആദ്യം ഈ സ്ഥലത്ത് ഇവിടെ ആദ്യം ഒരു വീടിൻ്റെ തറ നമുക്ക് കാണാൻ സാധിക്കും, ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതൊരു വീടിൻ്റെ തറയാണ്. ഈ തറ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരെങ്കിലും ഈ വീട് ഇങ്ങനൊരു സ്ഥലമുണ്ടോ വീടുണ്ടോ എന്നുപോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കുത്തി ഒലിച്ചു വന്ന വൻ പാറക്കഷ്ണങ്ങൾ തകർത്തെറിഞ്ഞു കറിഞ്ഞു ഈ നാടിനെ ആകെ. മുണ്ടക്കൈയിൽ പൊട്ടിയ ആ വലിയ ഉരുൾ അത് ശക്തിയായി ഇങ്ങനെ പൊട്ടി ഒലിച്ചു വന്ന്
ഈ പ്രദേശങ്ങളിലൊക്കെയും ചൂരൽമല പ്രദേശത്തെ പൂർണ്ണമായും നമുക്ക് അക്ഷരാർത്ഥത്തിൽ കിളച്ച് മറച്ച അവസ്ഥ എന്ന് വേണം പറയാം. നമുക്ക് ദൃശ്യം കാണാം. ഒരു വീടിരുന്ന സ്ഥലമാണിത്. ആ വീടിൻ്റെ സ്ഥലം മാത്രം മൺകൂന മാത്രമാണ് ഉണ്ടായത്. വേറെ ഒരു ദൃശ്യങ്ങളും നമ്മൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നില്ല. വാഹനങ്ങളൊക്കെ ഒരാഴ്ചൻ്റെ ഇതിൽ നമ്മൾക്ക് തൊഴിപ്പിച്ച് കൂട്ടിയ വാഹനങ്ങളും അവരുടെ അധ്വാനിച്ചത് മൊത്തം നമ്മൾക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങളൊക്കെ ചെടിയിൽ പൂണ്ട് കിടക്കുന്ന അവസ്ഥ. വൻ മരങ്ങൾ മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പുഴ ആകെ ഗതി മാറി ഒഴുകുന്ന ഒരു സാഹചര്യം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അടക്കം പ്രദേശത്തെത്തി സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. പുഴ ആകെ ഗതിമാറി ഒഴുകി ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പുഴയുടെ സാന്നിധ്യം കാണാം. ആ സ്കൂളിൻ്റെ ഒരു അവസ്ഥയാണത്. ആ സ്കൂളിൻ്റെ കെട്ടിടമാണ്. സ്കൂളിൻ്റെ കെട്ടിടത്തിൽ ടൺ കണക്കിന് മരങ്ങൾ വന്ന് അടിഞ്ഞുകൂടിയ സാഹചര്യം നിലവിൽ കാണാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ നമുക്ക് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്.